സാംസങ്ങിന്റെ അൾട്രാ സീരീസിന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ഇഷ്യൂസ് വരുന്നുണ്ട്. ഈ കഴിഞ്ഞ ഫെബ്രുവരി അപ്ഡേറ്റിന് വന്നൊരു ഇഷ്യൂ ആണ് S Pen വർക്ക് ചെയ്യാത്തത്. അതിന്റെ ഒരു ഷോർട്സ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ഷോർട്സിന്റെ സെക്ഷൻ എടുത്ത് നോക്കിയാൽ മതി. ഈ ഇഷ്യൂ അധികം പേർക്ക് വന്ന് കണ്ടിട്ടില്ല, ഒരു റെയർ കേസ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ എന്നാലും നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ യൂട്യൂബ് എഡിറ്ററൊക്കെ എടുത്ത് നോക്കുന്നത് നല്ലതാ, വല്ല ഇഷ്യൂ ഉണ്ടോന്ന്. പിന്നെ നമ്മൾ ഈ അപ്ഡേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു പ്രൂഫ് ഉണ്ടാവും. ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ഷോർട്സിൽ കുറേ പേര് കമന്റ് ഇട്ടുണ്ടായിരുന്നു. അതായത് ചിലർക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറേ പേര് ഓരോ മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ട്രൈ ചെയ്ത് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ട്വിറ്ററിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, അതിന് സാംസങ് തന്ന റിപ്ലൈയും സാംസങ്ങിന്റെ ഓതറൈസ് സർവീസ് സെന്ററിൽ പോയപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ആദ്യം തന്നെ ട്വിറ്ററിൽ എൻ്റെ ഫ്രണ്ട് ഇട്ട പോസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ഇതുപോലെ 3 പോസ്റ്റാണ് ഇടാൻ പറഞ്ഞത്. അതിൽ ആദ്യത്തെ പോസ്റ്റാണ് റിപ്ലൈ കിട്ടി. ട്വിറ്ററിൽ വേർഡ് ലിമിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ടൈപ്പ് ചെയ്തത്. അതായത് ലാസ്റ്റ് അപ്ഡേറ്റിന് ശേഷം S Pen വർക്ക് ചെയ്യുന്നില്ല, പിന്നെ എൻ്റെ പ്രൊഡക്റ്റ് വാറന്റിയിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഹാഷ്ടാഗ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ. അതിനടിയിൽ ഞാൻ സാംസങ്ങിന്റെ ഒഫീഷ്യൽ പേജസ് ഒക്കെ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച യൂട്യൂബ് ഷോർട്സിന്റെ വീഡിയോ ഇവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അടിയിൽ നിങ്ങൾക്ക് സാംസങ് ഇന്ത്യയിൽ നിന്ന് വന്ന കമന്റ് കാണാൻ പറ്റും. അതിലവർ പറയുന്നത് അവർക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ട് നമ്മുടെ കോൺടാക്ട് ഇൻഫർമേഷൻസ് ഒക്കെ സെൻഡ് ചെയ്യാനാണ്. സോ അവർക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് അടിയിൽ കാണിക്കുന്ന ഈ സെൻഡ് എ പ്രൈവറ്റ് മെസ്സേജ് എന്നുള്ള ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്തു. അവർക്ക് ഞങ്ങൾ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തത് ഇങ്ങനെയാണ്: എൻ്റെ ഫ്രണ്ടിന്റെ പേര്, ഫോൺ നമ്പർ, പിന്നെ സ്ഥലം. പിന്നെ അതിന്റെ കൂടെ പ്ലീസ് ഹെൽപ്പ് മീ ഓൺ ദിസ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജും സെൻഡ് ചെയ്തു. അതിനുശേഷം അവർ ഞങ്ങൾക്ക് റിപ്ലൈ തന്നു. അതായത് റിലവന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് അവർ ഇത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, അവരുടെ ടീം കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. കുറച്ച് കഴിഞ്ഞിട്ട് അവർ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു, അതായത് ഓതറൈസ് സർവീസ് സെന്ററിൽ പോയിട്ട് ഈ സോഫ്റ്റ്വെയർ ഒന്ന് ആദ്യം റീഡ് ചെയ്യാൻ, അതിനുശേഷം അവരുടെ ജോബ് ഷീറ്റ് മേടിച്ചിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കാനായിരുന്നു. ഓതറൈസ് സർവീസ് സെന്ററിൽ പോയിട്ട് സോഫ്റ്റ്വെയർ റീച്ച് ചെയ്തതിനു ശേഷം S Pen പിന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവർ പറഞ്ഞത് UV ടെമ്പർ ഗ്ലാസ് കാരണം ചിലപ്പോൾ വന്ന ഡിസ്പ്ലേ ഇഷ്യൂ ആയിരിക്കും. UV കാരണം വന്ന ഇഷ്യൂ ആണെങ്കിൽ വാറന്റി കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഏകദേശം ഒരു 30,000 അടുത്തേക്കാണ് വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാരണമുള്ള ഇഷ്യൂ ആയിരിക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ ജോബ് ഷീറ്റ് എടുത്തിട്ട് ട്വിറ്ററിൽ അവർക്ക് അയച്ചു കൊടുക്കാം. സോ അതിന് മുന്നേ കമന്റ്സിൽ ഓരോരുത്തർ പറഞ്ഞ കാര്യം ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ പേര് UV ഗ്ലാസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഒട്ടിച്ചിട്ടില്ല, ആകെ ഒരു വട്ടാണ് UV ഗ്ലാസ് ഒട്ടിച്ചിട്ടുള്ളൂ. അതും 6 മാസം മുന്നെയാണ്. കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റിൽ ഫോൺ മേടിച്ച മുതൽ ഈ UV ഗ്ലാസ് ഒട്ടിച്ചിട്ടുള്ളതാണ്. ഇതുവരെ S Pen ആയിട്ട് ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. അവൻ എന്നും S Pen യൂസ് ചെയ്യുന്നതാണ്. അപ്ഡേറ്റിന്റെ ഇഷ്യൂ എന്ന് പറയാൻ കാരണം അത് ചെയ്യണതിന്റെ മുന്നേ വരെ S Pen വർക്ക് ചെയ്തതാണ്. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഇഷ്യൂ വന്നിട്ടുള്ളൂ. പിന്നെ ഇതിലൊട്ടിച്ച UV ഗ്ലാസ് കേസ് ഫ്രണ്ട്ലി ആണ്, എഡ്ജസ് ഒന്നും കവേർഡ് അല്ല. പിന്നെ സാധാരണ ക്വാളിറ്റി കുറഞ്ഞ UV ഗ്ലാസ് ഒട്ടിക്കുമ്പോഴാണ് ഈ ഇഷ്യൂസ് കൂടുതലും കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് റേറ്റ് കൂടിയ ടൈപ്പ് തന്നെ നല്ലത് നോക്കിയിട്ടാണ് ഒട്ടിച്ചത്. പിന്നെ ഒട്ടിക്കണതിന് മുന്നേ എല്ലാ സൈഡും സെലോ ടൈപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഉള്ളിലേക്കൊന്നും പോകാണ്ടിരിക്കാൻ. പിന്നെ ഈ UV ലിക്വിഡ് ഡിസ്പ്ലേന്റെ എഡ്ജസിലേക്ക് കയറിയിട്ട് റിയാക്ഷൻ വന്നിട്ടാണ് ഈ പറഞ്ഞ ഇഷ്യൂസ് ഒക്കെ വരുന്നത്. അത് കോമൺ ആയിട്ട് ഇഷ്യൂ വരുന്നതുകൊണ്ട് UV ഒട്ടിക്കുന്നതിന്റെ മുന്നേ എല്ലാ സൈഡും പെർഫെക്റ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ UVയും ആ ഡിസ്പ്ലേന്റെ എഡ്ജും തമ്മിലൊരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. സോ ആ ഗ്യാപ്പിലേക്ക് വരെ സെലോ ടൈപ്പ് മടക്കിയിട്ട് വെച്ച UV ഇറങ്ങാണ്ടിരിക്കാൻ. അതുപോലെ തന്നെ എഡ്ജസിൽ നിന്നാണ് ആദ്യം തന്നെ UV ലൈറ്റ് വെച്ചിട്ട് ഹീറ്റ് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ മാക്സിമം എഡ്ജസിലേക്ക് പോവാതെ തന്നെയാണ് ഈ UV ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊന്നും നോക്കാതെ ചെയ്യുമ്പോഴാണ് UVയുടെ ലിക്വിഡ് ഫോണിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ഹാർഡ്വെയർ കമ്പോണൻസ് ഒക്കെ കേടാവണം. സാംസങ്ങിൽ S Pen എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് ഞാൻ നെറ്റിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായി ഡിസ്പ്ലേന്റെ അടിയിൽ ഒരു പാനൽ ഉണ്ട്. സോ അതിന്റെ മാഗ്നറ്റിക് ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ് S Penന്റെ റൈറ്റിംഗ് അല്ലെങ്കിൽ ഡ്രോയിങ് ഒക്കെ വർക്ക് ആവണേ. പിന്നെ ബ്ലൂടൂത്ത് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് റിമോട്ട് കൺട്രോൾസ് ലൈക്ക് എയർ ഗസ്റ്റേഴ്സ് ഒക്കെ വർക്ക് ആവുന്നത്. ഈ ഡിസ്പ്ലേന്റെ അടിയിലുള്ള ഷീറ്റ് S Penനും ഡിവൈസും തമ്മിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് XYZ ആക്സിസ് വഴി S Penന്റെ ടിപ്പിലത്തെ പൊസിഷൻ, ആംഗുലർ മൂവ്മെന്റ് ആൻഡ് പ്രഷർ യൂസ് ചെയ്തിട്ട് S Pen വർക്ക് ചെയ്യുന്നത്. ഇത് വർക്ക് ചെയ്യാൻ S Penൽ ബാറ്ററിയോ പെയറിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇത് ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്, പ്രിസൈസ് അലൈൻമെന്റും വേണം. എന്നാൽ ഇതിന്റെ ബ്ലൂടൂത്ത് ടെക്നോളജിയിൽ റേഡിയോ വേവ്സ് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. S Penന്റെ ബട്ടൺസിന് വേരിയസ് ഫംഗ്ഷൻസ് ഉണ്ട്, എയർ ഗസ്റ്റേഴ്സ് പോലെ. അതിന് നമുക്ക് ബാറ്ററി ആൻഡ് പെയറിംഗ് ആവശ്യമുണ്ട്. പിന്നെ ഇതിൽ ഗൈറോസ്കോപ്പ് ആൻഡ് ആക്സിലറോമീറ്റർ ഉള്ളതുകൊണ്ടാണ് എയർ ഗസ്റ്റേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഇതിന് ലോങ് റേഞ്ച് ആണ്, അതുപോലെ തന്നെ പെർഫെക്റ്റ് അലൈൻമെന്റ് ആവശ്യമില്ല. ഇനി കുറേ പേര് യൂട്യൂബ് ഷോർട്സിൽ കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ ലൈവായിട്ട് ഓരോന്ന് ചെയ്ത് കാണിച്ചു തരാം. അതിന് ആദ്യം തന്നെ നമ്മുടെ ഡിവൈസ് സെറ്റിംഗ്സിന്റെ ഉള്ളിൽ അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് S Penന്റെ സെറ്റിംഗ്സ് കാണാൻ പറ്റും. അതിൽ കുറേ പേര് പറഞ്ഞത് S Penന്റെ എയർ ഗസ്റ്റേഴ്സ് ഓഫ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തതെന്നാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, എയർ ഗസ്റ്റേഴ്സ് ഞാൻ എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് എയർ കമാൻഡ്സിന്റെ ഓപ്ഷൻ ആണ്. അത് ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ മാക്സിമം എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ എയർ കമാൻഡ് വിത്ത് പെൻ ബട്ടൺ എന്നുള്ളത് ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് എയർ വ്യൂ ആണ്. അതെല്ലാം എനേബിൾഡ് ആണ്. പിന്നെ S Pen ടു ടെക്സ്റ്റ് ഓൺ ആണ്. വെൻ S Pen ഈസ് റിമൂവ്ഡ് എന്നുള്ളത് ഞാൻ ഓപ്പൺ എയർ കമാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ക്രീൻ ഓഫ് മെമ്മോസ് ഓൺ ആണ്, ക്വിക്ക് നോട്ട്സ് ഓൺ ആണ്. മോർ S Pen സെറ്റിംഗ്സ് ഇനി എടുത്തു കഴിഞ്ഞാൽ S Pen വെച്ച് അൺലോക്ക് ചെയ്യുന്നത് ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ അലോ മൾട്ടിപ്പിൾ S Pen എന്നുള്ളതും ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഓൾറെഡി ഫോണിൻ്റെ ഉള്ളിൽ S Pen ഉണ്ടെങ്കിൽ നമുക്ക് വേറെ S Pen വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കീപ്പ് S Pen കണക്റ്റഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ S Pen ഊരി കഴിഞ്ഞാൽ അപ്പം തന്നെ എയർ ആക്ഷൻസ് വരും. അത് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ ഓപ്ഷൻസും ഓൺ ആണ്. സോ ഇപ്പം നിങ്ങൾക്ക് എല്ലാ സെറ്റിംഗ്സും ഓൺ ആണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഞാൻ S Pen ഊരുന്ന സമയത്ത് സാധാരണ ഊരുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. ആ സൗണ്ടും കേൾക്കണില്ല. അതുപോലെ തന്നെ S Penന്റെ ഐക്കൺ ഫോണിൽ കാണിക്കണില്ല. പിന്നെ S Penന്റെ ഹെഡ് ക്ലിക്ക് ആവുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അത് ക്ലിക്ക് ആവുന്നുണ്ട്. ഞാൻ S Pen സ്ക്രീനിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് സാധാരണ ഒരു പോയിന്റർ വരും. ആ അപ്ഡേറ്റിന് ശേഷം അത് കാണാനില്ല. പിന്നെ S Pen റിമൂവ് ആയത് ഡിറ്റക്ട് ആയിട്ട് ലോക്ക് സ്ക്രീനിൽ നോട്ട്സ് ഓപ്പൺ ആയി വരും. അതും വരുന്നില്ല. പിന്നെ സ്ക്രീൻ
സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ടില്ല എന്ന് പറയുന്നവർക്കുള്ള റിപ്ലൈ ആണ് ഇത്. ഞാൻ സൈഡിൽ നിന്ന് ഇപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. സ്ക്രീനിൽ ടച്ച് ആവുന്നുണ്ട്. ഞാൻ മുകളിലേക്ക് അടിക്കും സ്വൈപ്പ് ചെയ്യുമ്പോൾ ആപ്പ് ഡ്രോയർ ഒന്നും ഓപ്പൺ ആയി വരുന്നില്ല. എന്നാൽ ഞാൻ ഫിംഗർ വെച്ച് യൂസ് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി അടുത്ത് ഞാൻ ഡ്രോയിങ്ങിലേക്ക് കിടക്കാം. ഞാനിവിടെ വിരലുകൊണ്ട് ഇങ്ങനെ ഡ്രോ ചെയ്യുന്ന സമയത്ത് ആ സ്ക്രീൻഷോട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇന്ന് ആ പേന വെച്ചിട്ട് ഡ്രോ ചെയ്യുമ്പോൾ അത് വരയ്ക്കണില്ല. സ്ക്രീനിൽ ടച്ച് ചെയ്യണില്ല എന്ന് പറഞ്ഞവർക്ക് ഞാൻ സൈഡ് വ്യൂ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ആപ്പ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ സെറ്റിംഗ്സിന്റെ ആപ്പാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. സൈഡ് വ്യൂവിൽ നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ ടച്ച് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും. പക്ഷേ ആപ്പ് ഒന്നും ഓപ്പൺ ആവുന്നില്ല. അടുത്ത കോമൺ ആയിട്ടുള്ള ഒരു കമന്റ് വയർലെസ് ചാർജിങ് സപ്പോർട്ടഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് ബാക്ക് കേസ് ഇടുകയാണെങ്കിൽ ഈ ഒരു S Pen വർക്ക് ചെയ്യില്ല എന്നാണ്. ഒന്നാമത് നോർമൽ നിൽക്കിൻ കമ്പനിയുടെ ആർമർ കേസ് ആണ്. പിന്നെ ഇത്രയും കാലം ഈ കേസ് ഇട്ടിട്ടും S Pen വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് ഇത് ഊരിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കേസ് ഇപ്പോൾ ഊരി വെച്ചത്. ഇനി ഞാൻ S Pen ഊരുന്നുണ്ട്. ഇനി അപ്പ് ആൻഡ് ഡൗൺ സ്വൈപ്പ് ചെയ്യുമ്പോൾ ആപ്പ് ഡ്രോയർ ഓപ്പൺ ആവുന്നുണ്ടോ നോക്കാം. ഓപ്പൺ ആവുന്നില്ല. ഞാൻ സ്ക്രീനിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സൈഡ് വ്യൂ കാണിച്ചത്. പിന്നെ അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം മറ്റേ ആ റൗണ്ട് ആയിട്ടുള്ള പോയിന്റർ ഒന്നും കാണിക്കണില്ല. ഇനി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് S Pen വരയ്ക്കാൻ നോക്കിയാലും S Pen യൂസ് ചെയ്തിട്ട് നമുക്കൊന്നും വരയ്ക്കാൻ പറ്റണില്ല. ഇവിടെ ഞാൻ സ്ക്രീനിൽ ടച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള പ്രൂഫിന് വേണ്ടിയിട്ട് സൈഡ് വ്യൂ കാണിച്ചിട്ടുണ്ട്. ഇനി യൂട്യൂബ് ഷോർട്സിൽ കാണിച്ച പോലെ ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ളത് എൻ്റെ ഫ്രണ്ടിന്റെ ഫോണും റൈറ്റ് സൈഡിലുള്ളത് എൻ്റെ ഫോണാണ്. അന്ന് അവൻ്റെ ഫോൺ ഫെബ്രുവരി അപ്ഡേറ്റും എൻ്റെ ഫോൺ ജനുവരി അപ്ഡേറ്റിലാണ്. പക്ഷേ ഇവൻ്റെ ഇഷ്യൂ വന്നതിന് ശേഷം വേറെ കുറേ പേർക്ക് ഇഷ്യൂ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെയിലും ഞാൻ ഫെബ്രുവരി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്ക്രീൻ കാർഡ് മാറ്റാൻ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് മാറ്റിയിട്ടുണ്ട്. ഈ രണ്ട് കാണിച്ച ഫോണും S23 Ultra ആണ്. ഇവിടെ എൻ്റെ ഫ്രണ്ടിന്റെ ഫോണിന്റെ ഉള്ളിൽ S Pen ഇരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സെറ്റിംഗ്സിൽ കാണിച്ച പോലെ ഒരേ സമയത്ത് രണ്ട് S Pen യൂസ് ചെയ്യുന്നത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ S Pen എടുത്തിട്ട് അവൻ്റെ യൂസ് ചെയ്ത് കാണിച്ചു തരാം. സോ നോർമലി രണ്ട് S Pen യൂസ് ചെയ്യുന്ന സെറ്റിംഗ്സ് ഓഫ് ആയിട്ട് കിടക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ വേറെ ഫോണിന്റെ S Pen നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അത് നടക്കില്ല. ഡ്രോ ചെയ്യാനും പറ്റില്ല. അതുപോലെ തന്നെ ക്യാമറയുടെ എയർ ഗസ്റ്റേഴ്സ് പോലും വർക്കാവില്ല. ഞാൻ നേരത്തെ ലോക്ക് സ്ക്രീൻ നോട്ട്സും പോയിന്ററിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ S23 Ultra ആണ്. ഞാനിപ്പോൾ S Pen ഊരി എടുത്തിട്ടുണ്ട്. ഊരുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ ലോക്ക് സ്ക്രീൻ നോട്ട്സ് വരും. നമുക്ക് എന്ത് വേണമെങ്കിലും ഇതേപോലെ റൈറ്റ് ചെയ്യാൻ പറ്റും. ഇത് അവൻ്റെ ഫോണിൽ ഊരുന്ന സമയത്ത് വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇതേപോലെ ഒരു പോയിന്റർ വരും. എന്നാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഹോം സ്ക്രീനിലാണെങ്കിൽ ഇതേപോലെ ഒരു സർക്കുലർ പോയിന്ററാണ് നമുക്ക് കാണാൻ പറ്റുക. നമ്മൾ സ്ക്രീനിൽ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഹോവർ ചെയ്താൽ. എന്നാൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഈ ഒരു പോയിന്റർ എൻ്റെ ഫ്രണ്ടിന്റെ ഫോണിൽ വരുന്നില്ല. പിന്നെ ഒരാൾ കമന്റ് ഇട്ടുണ്ടായിരുന്നു ഹോം സ്ക്രീനിൽ ഒരു പേജ് ആയതുകൊണ്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ്മെന്റ് വരില്ല എന്ന്. എന്നാൽ ഈ ഫിംഗർ വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു എലാസ്റ്റിക് ടൈപ്പുള്ള ആനിമേഷൻ S Pen വെച്ച് യൂസ് ചെയ്യുമ്പോഴും സെയിം ഇത് തന്നെ വരുന്നുണ്ട്. അത് ഒരു സ്ക്രീൻ ആണെങ്കിലും 2-3 സ്ക്രീൻ ആണെങ്കിലും ഇതേപോലെ ഒരു ആനിമേഷൻ രണ്ട് സൈഡിൽ നിന്നും വരും. പിന്നെ എൻ്റെ ഫോണിൽ ക്യാമറ എയർ ഗസ്റ്റേഴ്സ് കാണിച്ചു തരാം. ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സൂമിൻ അല്ലെങ്കിൽ സൂം ഔട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ളത് എൻ്റെ S23 Ultra, റൈറ്റ് സൈഡിലുള്ള ഫ്രണ്ടിന്റെ S23 Ultra ആണ്. രണ്ട് ഫോണിന്റെ S Pen അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി യൂസ് ചെയ്യാൻ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. സോ ഞങ്ങളുടെ രണ്ടുപേരും ഫോണിൽ നിന്ന് S Pen ഊരിയിട്ട് എൻ്റെ S Pen അവനും അവൻ്റെ S Pen എനിക്കും തന്നിട്ടുണ്ട്. ഇവിടെ രണ്ട് ഫോണിലും അപ്പ് ആൻഡ് ഡൗൺ അതുപോലെ തന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മോഷൻസ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. രണ്ട് ഫോണിലും സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഇനി കുറച്ചും കൂടി ഡൗട്ട് മാറ്റാനായിട്ട് എൻ്റെ കയ്യിൽ ലെഫ്റ്റ് സൈഡിലുള്ള S Pen ഞാൻ ഫോണിൽ ഇതേപോലെ മൂവ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഞാൻ റൈറ്റ് സൈഡിലുള്ള ഫോണിലേക്ക് ഇതേപോലെ ഞാൻ മൂവ് ചെയ്യുമ്പോൾ അതിൽ വർക്ക് ചെയ്യണില്ല. ഇനി അവൻ്റെ ഫോണിലുള്ള S Pen എൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതേപോലെ. പക്ഷെ ആ സെയിം സംഭവം അവൻ്റെ വർക്ക് ചെയ്യണില്ല. ഇനി ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കംപ്ലൈൻ്റ് ആയ ഫോൺ ഞാൻ എടുത്തിട്ടുണ്ട്. കുറേ പേര് പറഞ്ഞ കാര്യം S Pen റീസെറ്റ് ചെയ്യാനാണ്. സോ ഞാൻ S Pen സെറ്റിംഗ്സിൽ റീസെറ്റ് S Pen എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഇൻസേർട്ടഡ് എന്നുള്ളത് മാറിയിട്ട് കണക്റ്റിംഗ് ഫോർ എയർ ആക്ഷൻസ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. ഇത് കുറച്ച് സമയം എടുക്കും. അതിനുശേഷം ഇതേപോലെ ഇൻസേർട്ടഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കും. സോ ഞാനിപ്പോൾ S Pen ജസ്റ്റ് ഊരിയിട്ട് യൂസ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാൻ S Pen ഊരിയിട്ട് സ്ക്രീനിന്റെ മേലെ ടച്ച് ചെയ്തിട്ടാണ് മൂവ് ചെയ്യണത്. പക്ഷെ അതൊന്നും വർക്ക് ചെയ്യണില്ല. ഇനി ഞാൻ വേറൊരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാണ്. അതായത് S Pen ഊരി വെച്ചതിന് ശേഷം ഇതേപോലെ S Pen റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ കണക്റ്റിംഗ് ഫോർ എയർ ആക്ഷൻസ് കാണിക്കും. പിന്നെ കുറേ സമയം എടുക്കും. എന്നിട്ട് ഇതേപോലെ ഡിസ്കണക്റ്റഡ് എയർ ആക്ഷൻസ് നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. നമ്മൾ S Pen ഉള്ളിൽ വെക്കാണ്ട് കണക്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ് രണ്ടാമത് കാണിക്കുക. കാരണം അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇതേപോലെ S Pen ഉള്ളിൽ വെച്ചതിന് ശേഷം നമ്മൾ കണക്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻസേർട്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആണ് വരിക. അതിനുശേഷം ഞാൻ S Pen ഊരിയിട്ട് സ്ക്രീനിന്റെ മേലെ ഞാൻ മൂവ് ചെയ്ത് നോക്കി. പക്ഷെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് യൂട്യൂബ് ഷോർട്സിൽ വന്ന കമന്റിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഇതാണ്. അതായത് ആള് പറഞ്ഞത് S Pen നമ്മൾ ഫോണിൽ നിന്ന് ഊരി വെച്ചതിന് ശേഷം നമ്മൾ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യാനാണ്. സോ ഞാൻ ഇതേപോലെ S Pen ഊരിയതിന് ശേഷം ഫോൺ റീസ്റ്റാർട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ S Pen പുറത്ത് ഊരി വെച്ചതിന് ശേഷമാണ് ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെ S Pen ഉള്ളിലേക്ക് ഇട്ടിട്ടില്ല. ഇനി ഞാൻ സ്ക്രീനിൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ചെയ്ത് നോക്കി. പക്ഷെ അതൊന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇനി ആപ്പ് ഞാൻ ഇതേപോലെ ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോഴും ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ S Pen ഫോണിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് രണ്ടാമതും പുറത്തേക്ക് എടുത്ത സമയത്ത് എയർ ഗസ്റ്റേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എയർ ഗസ്റ്ററിന്റെ ഐക്കൺ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ റൈറ്റിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഡ്സ് മാറ്റാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല S Pen ബട്ടൺ അമർത്തി പിടിച്ചിട്ട് ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സൂം ഇൻ ആൻഡ് സൂം ഔട്ടിന്റെ എയർ ഗസ്റ്റേഴ്സ് ഒക്കെ വർക്ക് ആവുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സോഫ്റ്റ്വെയറിൽ വന്ന ബഗ്ഗാണെന്ന്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയർ ഗസ്റ്റേഴ്സ് ബ്ലൂടൂത്ത് ടെക്നോളജി വഴി വർക്ക് ചെയ്യണേ. അപ്പോൾ സോഫ്റ്റ്വെയർ വഴി അല്ലാണ്ട് അതിന് ഇഷ്യൂസ് വരില്ല. ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് വേറൊരു സംഭവം കണ്ടുപിടിച്ചത്. ലെഫ്റ്റ് സൈഡിലുള്ളത് എൻ്റെ ഫ്രണ്ടിന്റെ ഫോണും റൈറ്റ് സൈഡിലുള്ളത് എൻ്റെ ഫോണാണ്. രണ്ട് ഫോണിലും ഞാനിപ്പോൾ S Pen സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡ് ബൈ സൈഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടിലും ഇതേപോലെ ഇൻസേർട്ടഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. പക്ഷേ റൈറ്റ് സൈഡിൽ മുകളിൽ ഫ്രണ്ടിന്റെ 100% ബാറ്ററി നിന്നും എൻ്റെ റെഡി എന്നാണ് കാണിക്കണേ.
ഇനി രണ്ടീന്നും ഞാൻ എസ് പെൻ ഒരേ സമയത്ത് ഊരാൻ പോവാണ്. രണ്ടീന്നും ഊരുന്ന സമയത്ത് റൈറ്റ് സൈഡിലുള്ളതിൽ നിങ്ങൾക്ക് ഇൻസേർട്ടഡ് മാറിയിട്ട് കണക്ടിങ് ഫോർ എയർ ആക്ഷൻസ് കാണിച്ച് കണക്റ്റഡ് വന്നു, പിന്നെ റിമൂവ്ഡ് വന്നു. എന്നാൽ ലെഫ്റ്റ് സൈഡിലുള്ള ഫ്രണ്ടിന്റെ ഫോണിൽ ഇപ്പോഴും ഇൻസേർട്ടഡ് എന്നും മുകളിൽ 100% കാണിക്കണേ. ഇനി റൈറ്റ് സൈഡിലുള്ളത് എന്റെ ഫോണാണ്, അതിന്റെ അടിയിൽ റിമൂവ്ഡ് എന്നും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും മുകളിൽ റെഡി മാറിയിട്ട് 100% കാണിക്കുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണിലും എസ് പെൻ്റെ ആ ഒരു ചെറിയ ഐക്കണിൽ സിഗ്നൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നത് ഈ ഒരു വ്യത്യാസമുള്ളതുകൊണ്ട് സോഫ്റ്റ്വെയർ വഴിയുള്ള എന്തോ ഇഷ്യൂ ആണെന്നാണ്. അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ എസ് പെൻ കണക്റ്റഡ് ആണെങ്കിലും റിമൂവ്ഡ് ആവുന്നത് ഡിറ്റക്റ്റ് ആവില്ല. ഇനി ഞാൻ രണ്ട് എസ് പെന്നും ഫോണിൻ്റെ ഉള്ളിൽ തിരിച്ച് വെക്കണ സമയത്ത് ഫ്രണ്ടിൻ്റെ ഇൻസേർട്ടഡും 100% അങ്ങനെ തന്നെ ഉണ്ട്, പക്ഷേ എൻ്റെ റിമൂവ്ഡ് മാറിയിട്ട് ഇൻസേർട്ടഡ് ആയി, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും മുകളിൽ റെഡി ആയി. സോ ഇങ്ങനെ ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് മാർച്ചിൽ വരുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിലും ശരിയായിട്ടില്ലെങ്കിൽ സർവീസ് സെന്ററിൽ പോയിട്ട് ഫോൺ ഊരി നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോ ഈ വരുന്ന മാർച്ച് അപ്ഡേറ്റ് ചെയ്തിട്ട് എസ് പെൻ ശരിയാവുണ്ടോ ഇല്ലേന്നും ഇനി സർവീസ് സെന്ററിൽ കൊടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് അവരെന്താ പറഞ്ഞെന്നുള്ളതും കൂടി ഞാനൊരു യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നു. ആ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടാനായിട്ട് എല്ലാവരും ഈ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.